സെപ്പറേറ്റ് വരും. ഇനി ഇതിൽ മേലെ അവർ ലിറ്റിൽ ഗേൾ എന്ന് കൊടുത്തു, സൈഡിൽ മെഹക്കും മോളെ പേരിൻ്റെ ഒരു പേര് കൊടുത്തു, പിന്നെ ഒരു പേര് ഇപ്പോഴത്തെ സൈഡിലും. ആളെ പേര് സന്ന മെഹക്ക് എന്നാണ്, അതുകൊണ്ട് നമ്മൾ അങ്ങനെ കൊടുത്തത്. ദെൻ ഇനി വേറൊരു ഇതും കൂടി എടുത്തിട്ടുണ്ട്. അതും ഇതുപോലെ ഗ്രൂപ്പായത് നമ്മൾ അൺഗ്രൂപ്പ് ചെയ്ത് കൊടുത്തിട്ട് അതിൻ്റെ താഴെ ഉള്ളതിൽ പ്രൗഡ് മൊമെൻറ്റ് പാരൻറ്റ്സെന്നോ അല്ലെങ്കിൽ ഡാഡ ഓർ മമ്മ എന്നോ അങ്ങനെ എന്തെങ്കിലും കൊടുക്കാം. മറ്റൊരുത്ത് ഞാൻ മൈ സ്വീറ്റ് സിബ്ലിങ്സ് എന്നോ അല്ലെങ്കിൽ ഞാൻ ഇതിൽ കാക്കു ആൻഡ് ദീദി എന്നാണ് കൊടുത്തിട്ടുള്ളത്. ഇവിടെ ഞാൻ ഡാഡ ആൻഡ് മമ്മ എന്നാക്കുന്നുണ്ട്. പ്രൗഡ് മൊമെൻറ്റ്സ് പാരൻസിൻ്റെ അവിടെ മമ്മ ആൻഡ് ഡാഡ എന്നാക്കുന്നുണ്ട്. ഇനി സിബ്ലിങ്സിൻ്റെ പേര്, ഒരാളുടെ പേര് ജന്ന മറിയം, ഒരാളുടെ പേര് സിദ്ധാൻ എന്നാണ്. അപ്പോൾ അത് നമ്മൾ പേര് കൊടുത്തിട്ട് ഇതും കളർ ചേഞ്ച് ചെയ്യുന്നുണ്ട്. പിന്നെ നിങ്ങൾക്ക് ഫോണ്ട് ചേഞ്ച് ചെയ്യണമെങ്കിൽ ചേഞ്ച് ചെയ്യാം. പാരൻസിൻ്റെ പേരും ജസ്നിയ, റിയാസ് എന്നും കൊടുക്കുന്നുണ്ട്. ഇത് നമ്മൾ ചെയ്യുമ്പോൾ താഴെ ഫോണ്ട് എന്ന് കാണുന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്താൽ നമുക്ക് ഏത് ഫോണ്ടിലേക്കും മാറ്റാം. അപ്പോൾ ഇങ്ങനെ കൊടുത്തു. ഇനി നമ്മൾ ആഡ് സബ് ടൈറ്റിൽ എന്നുള്ളതെടുത്ത് അതിൽ ഡേറ്റ് കൊടുക്കുകയാണ്. 6th September 2020 ബേബി ഉണ്ടായത്. അപ്പോൾ ആ ഒരു ഡേറ്റ് നമ്മൾ കൊടുക്കുന്നുണ്ട്. പിന്നെ അതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് ഡ്യൂപ്ലിക്കേറ്റ് കിട്ടും. അപ്പോൾ അതിൽ തന്നെ ടൈം, ബ്ലഡ് ഏതാണോ അത്, ഡോക്ടർ നെയിം, വെയ്റ്റ്, ഹോസ്പിറ്റൽ, ഹൈറ്റ് അങ്ങനത്തൊക്കെ കൊടുക്കുന്നുണ്ട്. ഇതിൽ ഹൈറ്റ് കൊടുക്കുന്നില്ല, കാരണം ഹൈറ്റ് എനിക്ക് അറിയില്ല, അതുകൊണ്ട് ഹൈറ്റ് ഞാൻ കൊടുക്കുന്നില്ല. ഇത് നമ്മൾ കസ്റ്റമർ അയച്ചു തരുന്ന എങ്ങനെയാണോ അങ്ങനെ നമ്മൾ ചെയ്ത് കൊടുക്കണം. ഒരു അയച്ചു തരുമല്ലോ ഡീറ്റെയിൽസ്, അപ്പോൾ അതേപോലെ കൊടുക്കണേ. 3.00 kg 3 കിലോനാണ് ബേബി വരുന്ന ഡെലിവറി ടൈമിലുള്ള വെയിറ്റ്. പിന്നെ എടപ്പാൾ ഹോസ്പിറ്റലിലായിരുന്നു ആളെ ഡെലിവറി കഴിഞ്ഞത്. ഇനി നമുക്കിതിൻ്റെ ഫോണ്ട് മാറ്റാൻ താഴെ ഒരു ഫോണ്ടിൻ്റെ എഡിറ്റ് കഴിഞ്ഞിട്ട് ഫോണ്ട് എന്നുള്ള ഓപ്ഷൻ ഉണ്ട്. അതിൽ ക്ലിക്ക് ചെയ്തിട്ട് ഞാൻ ഡേ ഡ്രീം എന്നുള്ള ഒരു ഓപ്ഷനാണ് യൂസ് ചെയ്യുന്നത്. നിങ്ങൾക്ക് ആ ഒരു ഓപ്ഷൻ വേണമെങ്കിൽ അത് ഓപ്റ്റ് ചെയ്യുക, അതോ നിങ്ങൾക്ക് വേറെ ഏതെങ്കിലും വേണമെങ്കിൽ അതും ഇതാക്കാം. ഈ ഡേ ഡ്രീം ക്ലിക്ക് ചെയ്താൽ നമ്മൾ ഓൾറെഡി എടുത്തിട്ടുള്ള ആഡ് സബിലുള്ള എല്ലാതും ചേഞ്ച് ആവും. ഇനി ഞാനൊരു ഇൻഫിനിറ്റി സിമ്പിളും കൂടി സെൻറ്ററിൽ കൊടുക്കുന്നുണ്ട്. അതിന് ഞാൻ ഇൻഫിനിറ്റിന്ന് എലമെൻറ്റ്സിൽ പോയിട്ട് ടൈപ്പ് ചെയ്യുന്നുണ്ട്. അത് ടൈപ്പ് ചെയ്യുമ്പോൾ നമുക്ക് ഒരുപാട് ഇൻഫിനിറ്റീസ് വരും. കിങ്ങിൻ്റെ ക്രൗൺസിൻ്റെ ചിഹ്നമുള്ളത് അതെടുക്കാണ്ട് പ്ലെയിൻ ആയിട്ടുള്ള ഒരു നല്ല ഒന്ന് ഞാൻ ചൂസ് ചെയ്തു. ഇങ്ങനത്തെ ചൂസ് ചെയ്തു. അതിൻ്റെ കളറും നമ്മൾ നോർമലി നേരത്തെ ചെയ്ത പോലെ തന്നെ കളേഴ്സൊക്കെ ഒന്ന് ചേഞ്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ആ ബ്ലാക്ക് കളറിൻ്റെ അവിടെ ക്ലിക്ക് ചെയ്തിട്ട് പിങ്ക് കളർ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ചേഞ്ച് ഓൾ എന്ന് കൊടുത്താൽ എല്ലാതും ബ്ലാക്കിലുള്ള എല്ലാ കളേഴ്സും പിങ്ക് ആവും. അപ്പോൾ ഇത്രയും കഴിഞ്ഞാൽ നമ്മളെ ബേബി ബയോഗ്രഫി ഇവിടെ കംപ്ലീറ്റ് ആവുകയാണ്. ഇനി ഇത് സേവ് ചെയ്യേണ്ടത് 2 ഓപ്ഷൻസ് ഉണ്ട്. മേലത്തെ ആ ഒരു താഴേക്കുള്ള ഏരോയിൽ ക്ലിക്ക് ചെയ്താൽ ഡയറക്റ്റ്ലി നമ്മളെ ഗാലറിക്ക് സേവ് ആവും. ചിലപ്പോൾ ഇത് നമ്മൾ റേഞ്ച് ഇല്ലാത്തടത്തൊക്കെ ചെയ്യുന്നെങ്കിൽ ഒട്ടും ക്ലിയർ ഉണ്ടാവില്ല. പിന്നെ അത് നല്ല ടൈം എടുത്ത് ചെയ്യുന്നതുകൊണ്ട് ക്ലിയർ ഉണ്ടാവാൻ ചാൻസ് കുറവാണ്. അപ്പോൾ നമ്മൾ ഇത് ഫസ്റ്റ് ചെക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. നമ്മൾ ഈ ഇത് ക്ലിയർ അയക്കുന്നോന്ന് ഇതിപ്പോൾ ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ ഗാലറി പോയിട്ട് ഇത് ക്ലിയർ അയക്കുന്നോന്ന് നിങ്ങൾക്ക് കാണിച്ചു തരുന്നുണ്ട്. ഇപ്പോൾ ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ നമ്മൾ ജസ്റ്റ് ഒന്ന് ഡയറക്റ്റ് ബാക്ക് അടിച്ചിട്ട് ഗാലറിയിൽ പോയിട്ട് ആൽബത്തിൽ പോയിട്ട് നമുക്ക് ഫസ്റ്റിൽ തന്നെ എടുക്കുമല്ലോ ഫോട്ടോസ്, അപ്പോൾ അതെടുത്തിട്ട് നോക്കുമ്പോൾ ക്ലിയർ ഉണ്ട്, ഓൾറെഡി ക്ലിയർ ഉണ്ട്. കാരണം എനിക്ക് ഇവിടെ റേഞ്ചിൻ്റെ ഇഷ്യൂസ് ഒന്നുമില്ല. അപ്പോൾ ഇനിയിപ്പോൾ റേഞ്ചിൻ്റെ ഇഷ്യൂസ് ഉള്ളവർക്കാണെങ്കിൽ വേറൊരു ഓപ്ഷൻ പറഞ്ഞുതരാം. ഒരു എറോ മാർക്ക് മേലേക്ക് പോകുന്നില്ലേ, ഒരു ബോക്സിൽ പകുതി ബോക്സ് എന്നിട്ട് മേലേക്ക് എറോ മാർക്ക് പോകുന്ന ആ സിമ്പിൾ എടുത്തിട്ട് ക്ലിക്ക് ചെയ്യാം. അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഡൗൺലോഡ് എന്നുള്ള ഓപ്ഷൻ വരും. അത് ഡൗൺലോഡ് എന്നുള്ള ഓപ്ഷൻ വന്നാൽ ഈ PNG എന്നുള്ള ആ ഒരു ഭാഗം നമുക്ക് PDF സ്റ്റാൻഡ് അല്ലെങ്കിൽ PDF പ്രിൻ്റ്, ഞാൻ PDF
പ്രിൻറ്റിലേക്കാണ് കൊടുക്കുന്നത്. എന്നിട്ട് ഡൗൺലോഡ് കൊടുക്കാം. അപ്പോൾ ഇത് ഗാലറിക്ക് ഡയറക്റ്റ് വരില്ല. അപ്പോൾ നമ്മൾ വാട്സപ്പിലേക്ക് ആരെങ്കിലേക്കും ഇപ്പോൾ നമ്മുടെ കസ്റ്റമർക്ക് ഇപ്പോൾ ഓർഡർ ഇട്ടിക്കുകയാണെങ്കിൽ കസ്റ്റമർക്ക് അയച്ചു കൊടുക്കാം. അല്ലെങ്കിൽ നിങ്ങളെ പേഴ്സണൽ ആയിട്ട് നിങ്ങൾ ഇതിൽ കുഴപ്പമില്ല അയക്കുന്നതെന്നുള്ള ഒരു ആൾക്ക് അയച്ചു കൊടുക്കാം. ഇപ്പോൾ ഇതിങ്ങനെ ഡൗൺലോഡ് ആയത് കഴിഞ്ഞാൽ നമുക്ക് ഓപ്ഷൻസ് വരും. വാട്സപ്പ് അങ്ങനെയുള്ള ഓപ്ഷൻസ് വന്നാൽ അതിലേക്ക് നമ്മൾ അയച്ചു കൊടുക്കാം കേട്ടോ. അപ്പോൾ നമുക്ക് പ്രിൻ്റ് എടുക്കാനും പോകുമ്പോഴും ഈ PDF ഷെയർ ചെയ്ത് കൊടുത്താൽ നല്ല ക്ലിയറിൽ നമുക്ക് കിട്ടും. ഓക്കെ, ഇപ്പം ഞാൻ എൻ്റെ സിസ്റ്റർക്കാണ് അയച്ചു കൊടുക്കുന്നത്. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് 2 ടൈപ്പിലുള്ള എഡിറ്റിങ്ങും പിന്നെ ഡൗൺലോഡിങ്ങും. അപ്പോൾ ക്ലാസ് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. താങ്ക് യു.